ചെറിയൊരു ബംഗ്ലാവ് തീർത്തോ? വീടല്ല നമ്മൾ കയറാൻ പറ്റും. ഇത്ര വണ്ടിയുണ്ട് പറ്റത്? ഇതൊക്കെ എടുത്തില്ലേ? ഗാർഡനൊക്കെ എടുത്തില്ലേ? എടുത്തോ? നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ വണ്ടി എടുത്തില്ല. ലീഗൽ അപ്രൈസർ എന്ന് അവർ പറയുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് 3.5-4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിയുടെ സ്ഥിതി എന്താ നിലയിൽ നാട്ടിലാണ് വിട്ടത്. അവരുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ സ്വർണം പണി ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ വീടാണ് കോടികൾ വില മതിക്കുന്നു. ഇനി ഇതേപോലെ ഇതിന് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമുണ്ട്. ടൗണിൻ്റെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കുറുപ്പത്ത് ഒരു 25 തൊട്ട് 30 സെൻറ്റ് സ്ഥലം വരെ 30-35 ലക്ഷം രൂപ സെൻറ്റിന് വരെയാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഈ കൊണ്ടോട്ടി പരിസരത്ത് 10 കോടിയിലധികം രൂപയുടെ ആസ്തി, ഏകദേശം 12-13 കോടി രൂപയുടെ ആസ്തി ഈ 2-3 വർഷങ്ങളുണ്ടായി. പിന്നെ ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ ADP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടാൻ്റെ മകളും മരുമകനാണ് ദുബായിൽ നിന്ന് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളിൽ വീട് ഇതുവരെ കണ്ടിട്ടില്ല. അത്ര ചെറിയ വീടാണല്ലോ, നിങ്ങൾ നോക്കൂ, കണ്ടിട്ടേ ഇല്ല. സാധാരണ ഒരു പാവപ്പെട്ട ഒരു അപ്രൈസറാണെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കുക, എത്രയും ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ PV അൻവർ കള്ളക്കടത്തുകാരുടെ ഏജന്റാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വർണ്ണം ഒരുക്കി ഓടക്കുഴയിൽ ഊതിയിട്ട് നമ്മളെ ഉമിയൊക്കെ ഇട്ടിട്ട് സ്വർണ്ണം ഒരുക്കുന്നതിന് ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാതില്ല. അതാണ് തട്ടാമ്പണി എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റു സാധനം കൈകാറുന്നില്ല. ആ പണി ചെയ്തവൻ്റെ സൗദമാണിത്. ഇതുപോലെ മറ്റൊരു സൗദ അപ്പുറത്തുണ്ടാക്കുന്നത്. നൗഷാദ് എവിടെ അല്ല, അത് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താണ്? നിങ്ങൾ ഈ നാട്ടുകാരും ഈ പത്രക്കാരൊക്കെ ഇല്ലേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എങ്ങനെയാണ് ഒരുക്കുന്നത്, എന്താ ഒരുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുക. കൊണ്ടോട്ടി അങ്ങാടി, ഇയാൾക്ക് മാത്രമല്ല, കൊണ്ടോട്ടി അങ്ങാടി കുറേ ചേട്ടന്മാരുണ്ട്. അവരെത്ര സ്വർണ്ണം എടുത്തിരുന്നത് പോയി നോട്ടെ. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ, ഒരു തട്ടാൻ്റെ അടുത്തൊന്നുമല്ല. ഇയാൾ ഔദ്യോഗിക തട്ടാനാണ് അപ്രൈസർ. അനൗദ്യോഗികമായിട്ട് എത്ര തട്ടാന്മാർ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള സ്വർണം ഉരുക്കി വിൽക്കുന്നവർ കൊണ്ടോട്ടി അങ്ങാടിയുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഈ സ്വർണം. ഇത് അന്വേഷിക്കാൻ പിന്നെ എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ഒരു വ്യവസ്ഥയുണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് വ്യവസ്ഥ ഇല്ല എന്നല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വ്യവസ്ഥയില്ല, ഒരു നിയമവും ഇല്ല, ഒരു കേസും അന്വേഷിക്കില്ല. ഈ ദുബായിൽ ആരോപണം പറഞ്ഞു, അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് പാവപ്പെട്ട വന്നാലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീടാണ് വരുന്നത്. ഫോണൊന്നും എടുക്കുന്നില്ല, നമ്മളത് തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റൊരു കാണിച്ചിരുന്നു, മെയിൻ സാധനം കാണിച്ചിരുന്നു. മെയിൻ സാധനങ്ങൾ വേറെ കിടക്കുകയാണ്. അതൊന്നും നോക്കാം നമുക്ക്. വളരെ ചെറിയ കടയിൽ ഉണ്ണിയിട്ട് എന്താ പറയുക, ആ ചട്ടിയിൽ ഊതി സ്വർണം ഒരുക്കി ഉണ്ടാക്കിയിരുന്ന ആ പാവപ്പെട്ട തട്ടാണ് 2-3 ജനങ്ങളത് മനസ്സിലാക്കിയാണ്. നല്ല പുള്ളിയിലൊക്കെ ഒരുക്കി കഷ്ടപ്പെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ഇറച്ചി വെട്ടുകാരുണ്ട്. ഇറച്ചി വെട്ടുകാരെ നല്ല പരിചയത്തോടെ വെട്ടുകാരാണെങ്കിൽ നല്ല ഇറച്ചി മാറ്റി കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെ സ്വർണത്തിൻ്റെ മുക്കാഭാഗം ഒരുക്കി പഴയ ഷേപ്പിൽ, കാരണം ഈ സ്വർണ്ണം പലതും പല ഷേപ്പിലാണ്, ആ അതേ ഷേപ്പിലാക്കി കൊടുക്കും. ആവശ്യത്തിന് സാധനം വെട്ടിയെടുത്തിട്ട് അപ്പോൾ ഫോട്ടോ നോക്കിയാൽ ഒരേപോലെ ഇരിക്കും. അതിവിദഗ്ധമായി അത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള തട്ടാനാണ് ഈ തട്ടാൻ. പാവപ്പെട്ട തട്ടാൻ. ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ മതിലൊക്കെ ഒന്ന് കയറി നോക്കി എത്ര വണ്ടി അതിന് മുറ്റത്തുണ്ടെന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോൾ മഞ്ചേരി റോട്ടിലും കൂടി കാണുവാണെങ്കിൽ കാണണോ? പോയി നോക്കുക, അതിന് വേറെ ഫ്രീ കേട്ടോ. ഒരു വീഴ്ച ഉണ്ടാവില്ല. അൻവർ പറഞ്ഞ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിക്കെതിരെ അന്വേഷണം ഒന്നും പോയില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണ പ്രഹസനമാണ്. അന്വേഷിച്ചിട്ടില്ല, ഒരാളും അന്വേഷിച്ചിട്ടില്ല.
ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിക്കണ്ടേ? കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അന്വേഷിച്ചാൽ ഇങ്ങനെ പോലീസിന് വല്ല അന്വേഷണം ഉണ്ടായിരുന്നോ? ഒരാളും ചെന്നിട്ടില്ല. എന്താ ഇതിന്ന് മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ ആധാരങ്ങൾ കിടക്കുന്നതിന് അതോറിറ്റി എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസല്ലേ? നിങ്ങളൊന്ന് പോയി ചോദിക്കും. തമാശ ഞാനങ്ങനെ വാശിക്ക് പറയില്ല. സമയത്ത് 6 മണിയാണ് അടച്ചു. ഇവിടെ കൊണ്ടോട്ടിയിലെ പത്രക്കാരുണ്ടാവില്ല, യൂട്യൂബേഴ്സ് ആരും ഇല്ല. ഇവിടെ കൊണ്ടോട്ടിക്കാർ പ്രാദേശിക ആളുകളായിട്ട്. നിങ്ങളെവിടെയാണ്? നിങ്ങൾ മാത്രമുണ്ട്. ഇവിടെ പ്രാദേശിക ആരുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ചോദിക്കുക. അതായത് SIT ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ തട്ടാൻ ഉണ്ണിയുടെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും രേഖകൾ അദ്ദേഹത്തിൻ്റെ പേരിലോ കുടുംബത്തിലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷനോ കൊടുത്തിട്ടുണ്ടെന്നല്ലോ നിങ്ങൾ ദയവായി നാളെ പോയി നോക്കും. എൻ്റെ അറിവിൽ ഇന്ന് ഉച്ചവരെ 3 മണി വരെ ഒരാൾ വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ. ഇത് MLA കുറേ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ED ഇതുവരെയായിട്ടൊന്നും അന്വേഷിക്കാൻ പരിശോധിക്കാൻ പോകുന്നില്ല. ED പോലും ഇതൊന്നും മാറി നിൽക്കുന്നുണ്ട്. അല്ല, ED അല്ലല്ലോ ഇവിടെ ഇപ്പോൾ SIT ഇല്ലല്ലോ, സംസ്ഥാന ഗവൺമെൻറ് ഉപയോഗിച്ചത്. അവരെടുത്താണല്ലോ ഇപ്പോൾ നമ്മളെ പെറ്റീഷൻ കിടക്കുന്നത്. അതാണല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. അവർ നോക്കണ്ടേ? ഈ തട്ടാൻ ജോലി 30 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ കാലയളവിൽ ഉണ്ടാക്കുന്ന സമ്പാദ്യം, മകളുടെ ബിസിനസ്സും അങ്ങനെയൊക്കെ ഇതിനെ കണ്ടുകൊടുക്കും. ഇല്ല, അത് കാണട്ടെ, അന്വേഷിക്കട്ടെ. 3 കൊല്ലം കൊണ്ട് പെട്ടെന്ന് മകളും മരുവനും എല്ലാം കൂടെ സ്വർണ്ണ ബിസ്ക്കറ്റും കച്ചവടവും ഏർപ്പാടും കോടിക്കണക്കിന് രൂപ വാങ്ങലും വീട് പുതിയത് വെക്കലും രണ്ടാമത്തെ വീട് പണി തുടങ്ങലും വേറൊരു വീട് വാങ്ങലും ഈ കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിക്കലും. അതിനല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അവർ ഈ വഴിക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗോവിന്ദ മാഷ് വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്നിട്ടും അൻവർ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് വസ്തുനിഷ്ഠം. ആ സാധുവിനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തെ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് പോലീസ് കുറിച്ച് അന്വേഷിക്കാനേ പറ്റുള്ളൂ. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ? എല്ലാ അന്വേഷണവും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇവർ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. ADGP അജിത് കുമാർ നിരവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. പെർമിഷൻ എടുത്ത് പോയിട്ടുണ്ട്, പെർമിഷൻ എടുക്കാതെ പോയിട്ടുണ്ട്. ഇവിടുന്ന് പെർമിഷൻ എടുക്കുന്നത് സിംഗപ്പൂരിലേക്കാണെങ്കിൽ സിംഗപ്പൂർ പോയി ഒരു ദിവസം കിടന്നുറങ്ങി പിന്നെ തിരിച്ച് ദുബായിൽ വരികയാണ്. അവിടെ 4 ദിവസം 5 ദിവസം നിന്ന് അവരുടെ കച്ചവടമൊക്കെ റെഡിയാക്കിയിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഒരു രാജ്യത്തേക്ക് പെർമിഷൻ എടുത്ത് പോയിട്ട് എത്ര രാജ്യത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കുക? എല്ലാ ഇൻവെസ്റ്റിഗേഷനും കാലിൻ്റെ ചോട്ടിൽ ചവിട്ടി എടുത്തിട്ട് അവിടെ ഇപ്പം തന്നെ ഇരിക്കല്ലേ ഈ ചങ്ങാതി അജിത് കുമാർ. പിന്നെ എങ്ങനെ സത്യം പുറത്ത് വരിക? ഈ ഇടപാടുകൾ മുഖ്യമന്ത്രിക്ക് അറിയോ? ഈ അജിത് കുമാറിൻ്റെ ഒന്ന് മനുഷ്യ ആ പരാതിയിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ചല്ലേ ഈ പറയുന്നത്. നിങ്ങളെ കുറിച്ച് പരാതി അല്ലാതെ മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ? ഇങ്ങനെ അത് പരാതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അതിന് വിവരം കൊടുക്കേണ്ടത്. ആ വിവരം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ അന്വേഷണം എത്തുന്നില്ല. വിളിക്കുന്ന ഒരവസ്ഥ ഇവിടെ വരും. ഒറ്റ കാര്യം, ഈ അപ്രൈസർ ഉണ്ണിയുടെ 2-3 പ്രോപ്പർട്ടീസിൽ പോയില്ല. അതിനോട് എന്താണ് സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചത്? സമൂഹത്തോട് വളരെ ക്ലിയറാണ്. ഈ വ്യക്തി ഒരു സാധാരണക്കാരനായ സ്വർണ്ണപ്പണിക്കാരനെ അവിടെ തട്ടാനെന്ന് പറയുന്നത് സ്വർണ്ണ തട്ടാൻ വ്യക്തി. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലാണ് ഈ വ്യക്തിക്ക് ഈ കോടാനക്കോടി റുപ്പിയുടെ ഈ സാമ്പത്തിക വളർച്ച. അതായത് വേറെ കച്ചവടമില്ല. ഇപ്പോഴും പണിയിൽ തന്നെ ഊതിയിട്ട് ഒരിക്കലാണ് മനസ്സിലായില്ലേ? അപ്പോൾ കാഴ്ചയിൽ അങ്ങനെയാണ്. പക്ഷേ ഈ ലോബി പോലീസുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ എന്താണ് സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൊട്ടിക്കൽ, കക്കൽ, മുക്കൽ ലോബിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്രൈസറായി വെച്ചിട്ടുള്ള ഒരു പട്ടാനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭൂമികളാണ് നിങ്ങൾ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും 2-3 ഇവിടെ തന്നെ ഉണ്ട്. ദുബായിൽ ഗോൾഡ് സൂക്കിൽ അദ്ദേഹത്തിന് കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. ആളുകൾ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഉണ്ണി തട്ടാൻ്റെ മകനും മരുമകളും അവരാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. വേറൊരു മകൻ ഇവിടെ ബാംഗ്ലൂരിലാണ്, അവിടെ റിയൽ എസ്റ്റേറ്റാണ്. 5 ദിവസമായിട്ട് മകനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്പർ ഓഫാണ്. നമ്മൾക്ക് ആ നമ്പർ കിട്ടി അന്ന് തൊട്ട് ഓഫാണ്. അപ്പോൾ പുള്ളിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തട്ടാൻ ഇത്ര സമ്പാദിക്കാമെങ്കിൽ ഒരു അപ്രൈസറായ ഒരു തട്ടാൻ ഇത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സ്ഥിതി? ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ടാണ്.
ഇപ്പോൾ ഈ ഉണ്ണിയുടെ തന്നെ വിവിധ വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഉണ്ണിയുടെ തന്നെ പൂർത്തിയായിട്ടില്ലേ? ഇനി തുടർന്ന് വേണം എന്താണ്? അല്ല, നമ്മൾക്ക് കിട്ടാവുന്ന പരിമിതമായ ഈ കൊണ്ടോട്ടിയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഇനി കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരിലുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ വന്നിരിക്കുന്നത് ദുബായിലാണ്. അവിടെ മകനും മരുമകളാണ്. ബാംഗ്ലൂരിലെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് മകനാണ്. ഇതൊക്കെ ഈ 3-3.5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഈ പണി കഴിഞ്ഞിട്ടൊന്ന് സ്വകാര്യമായി അന്വേഷിച്ചാൽ 3.5 കൊല്ലം മുമ്പ് ഈ തട്ടാൻ ഉണ്ണിയുടെ എന്തായിരുന്നു സാമ്പത്തിക പരിസ്ഥിതി അറിയാം. സുജിത് ദാസിൻ്റെ ആഗമനത്തോട് കൂടിയിട്ടാണ് ഉണ്ണി കോടീശ്വരനാവും. അപ്പം ഒരു തട്ടാൻ ഇപ്പം നമ്മളവിടെ കണ്ടു, 20 കോടിയുടെ ഒരു പ്രോപ്പർട്ടി കണ്ടു അങ്ങാടിയിൽ. അവിടെ 4 കോടിയുടെ 3 കോടിയുടെ വീട് കണ്ടു. അതിനിപ്പുറത്ത് 4 കോടിയുടെ ഈ പറയുന്ന എന്താ പറയുക വസ്തു കണ്ടു. 1 കോടിയുടെ ഒരു വീട് വസ്തു കണ്ടു. ഇതിപ്പോൾ ഏകദേശം 2 കോടി വരുന്ന 50 സെൻറ്റോളം വരെയുള്ള റെസിഡൻഷ്യൽ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഞാനും അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്നു. ഇന്ന് ഉച്ച വരെ ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ ഈ SITൻ്റെ ഒരു കത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്റ്റേറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം, ഡയറക്ടർ കൊടുക്കാം. കേരളത്തിലെ ഈ എല്ലാ രജിസ്റ്റർ ഓഫീസുകളും ഇപ്പം നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര ഭൂമി വസ്തു ഉണ്ടെന്നുള്ളത് അവിടുന്ന് 2 ദിവസം കൊണ്ട് കിട്ടാനേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നീക്കമില്ല. ഈവൻ ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ ഈ പരിസരത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അവിടെ പോലും ഒരു എന്താ പറയുക, ആ ലീഗലായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്? ഇപ്പം ഈ ഉണ്ണിയുടെ കാര്യത്തിൽ ഒരു തുടക്കമാണ്. ഈ കണ്ണി ഈ ശൃംഖലയുടെ ഭാഗമായ ആളുകളിലേക്കൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു രീതിയിൽ അവരുടെ വസ്തുവകൾ കാട്ടിക്കൊടുത്തുകൊണ്ടുള്ളൊരു വെളിപ്പെടുത്തൽ, അതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ 2 കാര്യമാണുള്ളത്. ഇതൊരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ളൊരു ഉണ്ണി 3.5 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയത് ഏകദേശം 30 ശതമാനം കോടി രൂപേൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ കൊണ്ടോട്ടിയിലുള്ളത്. അത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവസ്ഥ, സുജിത് ദാസിൻ്റെയും ADGP അജിത് കുമാറിൻ്റെയും P ശശിയുടെയും ഒക്കെ ഈ സമ്പാദ്യം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇനി ഞാൻ അന്വേഷിക്കുന്ന ഡാൻസ് സ്റ്റാഫാണ്. ഡാൻസ് സ്റ്റാഫിൻ്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന എഴുതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇവിടെ എയർപോർട്ടിലൊരു സ്പെഷ്യൽ ബ്രാഞ്ചാറുണ്ട് ഡാൻസ് സ്റ്റാഫിനുണ്ടായിരുന്നു. അനീഷാണ് അവൻ്റെ പേര്. കണ്ട നല്ല സിനിമ നടനാണ്. അവൻ്റെ ഇപ്പോൾ 2 ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കാണിച്ചു തരാം. അല്ല, അത് SIT തീരുമാനിക്കട്ടെ എന്ന്. ഒരു ഭാഗത്ത് ഇത്ര എടുത്തില്ല ചരിത്രമല്ലേ ഇതൊക്കെ ഒന്നല്ലേ രാത്രി